നമ്മൾ ദേവാലയങ്ങളിൽ ഒരുപാട് ആരാധനകൾ കാണും. ആൾക്കാർ പള്ളിയിൽ പോയി ആരാധിക്കുന്നു. പക്ഷെ ഒന്ന് ചിന്തിക്കേണ്ടത്, ആദ്യമുണ്ടായത് ആരാധനയാണ്, ദേവാലയമാണ്. നോഹയുടെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവത്തിൽ നിന്നും അദ്ദേഹം ഒരു ബലിക്കല്ല് സ്ഥാപിച്ചു. അതാണ് ആദ്യത്തെ ദേവാലയം എന്ന് പറയാവുന്നത്. അപ്പൊ അയാളുടെ ജീവിതമാകുന്ന ആരാധനയിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ ദേവാലയം. പിന്നീട് നമ്മൾ തുടരെ തുടരെ കാണുന്നു യാക്കോബ് ഒരു ബലിക്കല്ല് പണിതു എന്നൊക്കെ. അപ്പൊ സത്യത്തിൽ ജീവിതമാകുന്ന ആരാധനയിൽ നിന്ന് ദേവാലയം പണിയുക എന്നൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് പരിചിതമായത് ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നത് മാത്രമാണ്. എന്നാൽ ഒടുവിൽ യേശുക്രിസ്തു സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നത്, ജെറുസലേമിലോ ആ മലയിലോ അല്ല, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരും. ഈ ദേവാലയങ്ങളൊക്കെ പറയുന്നത് നിന്റെ ഉള്ളിൽ ഒരു ആലയമുണ്ടെന്നും ആ ജീവിതത്തിൽ ആരാധിച്ചു തുടങ്ങണമെന്നും ഒക്കെയാണ്. യേശുക്രിസ്തു ദേവാലയത്തിൽ പോയിരുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് യേശുക്രിസ്തു പോയ ഇടങ്ങളൊക്കെ ദേവാലയങ്ങളായി മാറി എന്നുള്ളത്. ക്രിസ്തു സഞ്ചരിച്ച വഴികളെല്ലാം, അവൻ ജനിച്ച ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് ഇപ്പോൾ ദേവാലയമാണ്. പ്രാർത്ഥിച്ച മലമുകൾ, മരിച്ച കാൽവരി ഒക്കെ ദേവാലയമായി മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ കേൾക്കുന്ന വിശുദ്ധ അന്തോനീസിന്റെ ദേവാലയം, ഫ്രാൻസിസിന്റെ ദേവാലയം എന്ന് കേൾക്കുമ്പോൾ ഓർക്കേണ്ടതാണ്, അവരുടെ ജീവിതമാകുന്ന ആരാധനയിൽ നിന്ന് ആലയങ്ങൾ ഉയർന്നിരിക്കുന്നു. ജീവിതം അവസാനിക്കേണ്ടത് കുഴിമാടത്തിങ്കലല്ല, സ്മാരകമായി വരുന്ന ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ ആരാധിക്കുന്ന നമുക്കൊന്ന് മാറിക്കൂടെ ചിന്തിക്കണം. ഈ ദേവാലയത്തിന്റെ ആരാധനകൾ മാത്രമല്ല, ജീവിതമാകുന്ന ആരാധനയിൽ നിന്ന് ഒരു സ്മാരകം ഉണർത്താൻ കൂടെ നമ്മൾ വിളിക്കപ്പെട്ടിരുന്നു. ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം.